നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സലിൻ്റെ ഒരുവിധം ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് കീസ് പറയാനുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ എക്സലിനകത്തുള്ള ഷോർട്ട് കട്ട് കീസ് ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്, എക്സലിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡാഷ് വാസ് ദ ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ് ഓൺ മൈക്രോ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് ഏതാണ്? വിസി കാൽക്ക്, എക്സൽ, ലോട്ടസ് 1 2 3, സ്റ്റാർ കാൽക്ക്. ഇതിൽ ഏതാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് വിസി കാൽക്കാണ് മൈക്രോ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വിസി കാൽക്കാണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ കറക്റ്റ് മെത്തേഡ് ഓഫ് എഡിറ്റിംഗ് ദ സെൽ കണ്ടൻറ്റ്. ഒരു സെല്ലിലെ കണ്ടൻറ്റിനെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കറക്റ്റ് മെത്തേഡ് അല്ലാത്തത് ഏതാണ്? പ്രസ് ഓൾട്ട് കീ, പ്രസ് F2 കീ, ക്ലിക്ക് ഫോർമുല ബാർ, ഡബിൾ ക്ലിക്ക് സെല്ല്. ഇതിലേതാണ് ഒരു സെല്ലിലെ കണ്ടന്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? അപ്പോൾ നമുക്ക് എക്സൽ ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സെല്ലാണ് അല്ലേ? അപ്പോൾ ഈ സെല്ലിലെ കണ്ടന്റിനെ അതിലേതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? F2 കീ പ്രസ് ചെയ്ത് നോക്കാം. F2 കീ പ്രസ് ചെയ്താൽ കണ്ടോ, F2 കീ പ്രസ് ചെയ്തപ്പോൾ എന്ത് വന്നു? നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? കണ്ടന്റ് ടൈപ്പ് ചെയ്യാം. ഇനി അടുത്ത സെല്ല് എടുത്തിട്ട് സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്ത ഏതാണ്? ക്ലിക്ക് ഫോർമുല ബാർ, ഡബിൾ ക്ലിക്ക് സെല്ല്, ആൾട്ട് കീ. ഇത്രയുമാണ് ഓപ്ഷൻസിലുള്ളത്. ഇനി നമുക്ക് ഈ സെല്ലിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവിടെയും നമുക്ക് സെല്ലിൽ എഡിറ്റ് ചെയ്യാം, കണ്ടന്റ് എഡിറ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞേക്കുന്നത് ഫോർമുല ബാർ. ഇതാണല്ലോ നമ്മുടെ ഫോർമുല ബാർ. അപ്പോൾ ഈ ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടന്റിനെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പറ്റും. ഇനി അടുത്ത സെല്ലെന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ആൾട്ട് കീ ആണ്. ഞാൻ കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ പ്രസ് ചെയ്യുകയാണ്. എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആൾട്ട് കീ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെല്ലിലെ കണ്ടന്റിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏത് ഓപ്ഷനാണ്? ഏതാണ് വരുന്നത്? പ്രസ് ആൾട്ട് കീ. ആൾട്ട് കീ പ്രസ് ചെയ്താൽ നമുക്ക് സെല്ലിലെ കണ്ടന്റിനെ എന്ത് ചെയ്യാൻ കഴിയില്ല? എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം? ഒന്നുകിൽ F2 കീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുല ബാറിൽ എഡിറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെൽ പോയിൻ്റർ ഇൻഡിക്കേറ്റ് ദാറ്റ് യു ക്യാൻ ഫിൽ സീരീസ്. അതായത് ഒരു സീരീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോയിൻ്റർ ഏതാണ്? ഡോക്ടേഴ്സ് സിമ്പിൾ. ഡോക്ടേഴ്സ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ടല്ലോ, നമ്മുടെ സെല്ല് നമ്മൾ വെക്കുന്ന സമയത്ത് കാണുന്ന ഒരു വലിയ പ്ലസ് സൈൻ ഉണ്ടല്ലോ, അതാണ് ഡോക്ടേഴ്സ് സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്മാൾ തിൻ പ്ലസ് ഐക്കൺ, ആങ്കർ ടിപ്പ്, നൺ ഓഫ് ദി എബോ. ഏതാണ്? നമ്മൾ ഫിൽ സീരീസ് 1 2 3 എന്ന് ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമ്മൾ ആ റെക്റ്റാങ്കിളിൽ എന്താണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ നമുക്കിവിടെ 1 എന്നുണ്ട്, അടുത്ത സെല്ലിൽ നമുക്ക് 2 എന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ, ഇതാണ് ഡോക്ടേഴ്സ് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ കൊണ്ടുവെക്കുമ്പോൾ അതെന്താവും? സ്മോൾ പ്ലസ് സൈൻ ആവും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? സ്മോൾ തിൻ പ്ലസ് ഐക്കൺ എന്നതാണ് ആൻസർ ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ചാർട്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ എക്സൽ. ഏത് ടൈപ്പ് ചാർട്ടാണ് എക്സലിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഏരിയ ആണോ, ലൈൻ ആണോ, പൈ ആണോ, ഓൾ ഓഫ് ദി എബോ ആണോ? ഏതാണ്? ഓൾ ദി എബോ ആണ്. ലൈൻ ചാർട്ടും ഏരിയ ചാർട്ടും പൈ ചാർട്ടും സ്കാറ്റർ ചാർട്ടും എല്ലാ ചാർട്ടും ബാർ ചാർട്ട് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗെറ്റിംഗ് ഡേറ്റ ഫ്രം എ സെൽ ലൊക്കേറ്റഡ് ഇൻ എ ഡിഫറൻറ്റ് ഷീറ്റ് ഈസ് കോൾഡ്. അതായത് പല ഷീറ്റിൽ ഗെറ്റിംഗ് ഡേറ്റ ഫ്രം എ സെൽ ലൊക്കേറ്റഡ് ഇൻ ഡിഫറൻറ്റ് ഷീറ്റിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സെല്ലിലുള്ള ഡേറ്റാസിനെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഡിഫറൻറ്റ് സെല്ലിലുള്ള ഡേറ്റാസിനെ നമ്മൾ ആക്സസിങ് ആണോ, റെഫറൻസിങ് ആണോ, അപ്ഡേറ്റിംഗ് ആണോ, ഫങ്ഷനിങ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ്? സെൽ റെഫറൻസിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു പല സെല്ലിൽ കിടക്കുന്ന ഡേറ്റാസിനെ നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം? സെല്ലിൽ ക്ലിക്ക് ചെയ്ത് സെൽ റെഫറൻസിങ് യൂസ് ചെയ്യാം.
ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ഡേറ്റ ടൈപ്പ് ഇൻ എക്സൽ. എക്സലിൽ വാലിഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് അല്ലാത്തത് ഏതാണ്? നമ്പർ, ക്യാരക്ടർ, ലേബൽ, ഡേറ്റ് ഓർ ടൈം. ഇതിലേതാണ് നമുക്ക് വാലിഡ് ആയിട്ട് അല്ലാത്തത്? ക്യാരക്ടർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് എക്സലിൽ വാലിഡ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, in Excel, you can sum a large range of data by simply selecting a tool button called. അതായത് ഒരുപാട് റേഞ്ചിലുള്ള ഡേറ്റാസിൻ്റെ സമ്മ് നമുക്ക് കാണണമെങ്കിൽ സിമ്പിളായിട്ട് എങ്ങനെ കാണാൻ പറ്റും? ഓട്ടോ ഫില്ലാണോ, ഓട്ടോ കറക്റ്റ് ആണോ, ഓട്ടോ സം ആണോ, ഓട്ടോ ഫോർമാറ്റ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? സം കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോ സം ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സൽ എടുക്കുക. എക്സൽ എടുത്തതിന് ശേഷം ഇവിടെ എന്തുണ്ട്? നമുക്ക് ഓട്ടോ സം ബട്ടൺ ഉണ്ട്, കണ്ടോ? ഇപ്പോൾ ഒരു റേഞ്ച് ഓഫ് സെൽസ്, ഇത്രയും റേഞ്ച് ഓഫ് സെൽസിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഓഫ് സെൽസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇത്രയും സം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ തൊട്ട് താഴെയുള്ള സെല്ലിൽ എന്ത് ചെയ്യും? അതിൻ്റെ സമ്മ് വരും. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് സെല്ലിൻ്റെ സം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഏതാണ്? ഓട്ടോ സം ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫംഗ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ കൺസോളിഡേറ്റഡ് ഡയലോഗ് ബോക്സ്. കൺസോളിഡേറ്റഡ് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ അല്ലാത്ത ഇത് ഏതാണ്? PMD ആണോ, ആവറേജ് ആണോ, മാക്സ് ആണോ, സം ആണോ? ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? സമ്മ്, ആവറേജ്, മാക്സ്, മിന്ന്, കൗണ്ട് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിൾ അല്ലാത്ത ഫംഗ്ഷൻ ഏതാണ്? PMD ആണ്. ഇനി അടുത്തത്, ഹൗ ഡു യു ഡിസ്പ്ലേ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഇൻ MS Excel. കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? ഡേറ്റ് ആണോ, ടുഡേ ആണോ, നൗ ആണോ, ടൈം ആണോ? ഏതാണ്? നൗ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മുടെ കറണ്ട് ഡേറ്റും ടൈമും നമ്മുടെ ആ സെല്ലിനകത്ത് ഡിസ്പ്ലേ ആകും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സൽ ഡിസ്പ്ലേ കറണ്ട് സെൽ അഡ്രസ് ഇൻ. കറണ്ട് സെൽ അഡ്രസ്സ് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ഫോർമുല ബാർ ആണോ, നെയിം ബോക്സ് ആണോ, സ്റ്റാറ്റസ് ബാർ ആണോ, ടൈറ്റിൽ ബാർ ആണോ? ഏതാണ്? PSC ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നെയിം ബോക്സ് ആണ്. നെയിം ബോക്സിലാണ്. നമ്മൾ ഫോർമുല ബാർ എന്ന് പറഞ്ഞാലും ഫോർമുല ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഏത് വരുന്നത്? നെയിം ബോക്സ് വരുന്നത്. നെയിം ബോക്സിലാണ് സെല്ലിൻ്റെ അഡ്രസ്സ് കാണപ്പെടുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ? നമ്മളിപ്പോൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നെയിം ബോക്സ്. ഇത് മൊത്തത്തിൽ എന്താണ്? ഫോർമുല ബാർ ആണെങ്കിലും ഇവിടെയാണ് നമ്മൾ സെല്ലിലെ കണ്ടന്റ് ഡിസ്പ്ലേ ആകുന്നത്. ഇവിടെയാണ് ഫോർമുല ബാറിലാണ്. പക്ഷേ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് C4. കണ്ടോ? C എന്ന് പറയുന്ന കോളവും 4 എന്ന് പറയുന്ന റോയും കൂടെ ചേർന്ന C4 എന്ന് പറയുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് എവിടെയാണ് വന്നിരിക്കുന്നത്? നെയിം ബോക്സിൽ. കണ്ടോ? നമ്മൾ മൗസ് വെക്കുമ്പോൾ തന്നെ അവിടെ എഴുതി കാണിക്കും നെയിം ബോക്സ് എന്ന്. അപ്പോൾ സെല്ലിൻ്റെ അഡ്രസ്സ് കാണുന്നത് മറന്നു പോകരുത്. ഫോർമുല ബാർ എന്ന് പെട്ടെന്ന് കയറി എഴുതരുത്. നെയിം ബോക്സ് ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ടിപ്പിക്കൽ വർക്ക്ഷീറ്റ് ഹാസ് ഡാഷ് നമ്പർ ഓഫ് കോളംസ്. ഒരു എക്സൽ 2007 വർക്ക്ഷീറ്റിൽ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട്? 128 ആണോ, 256 ആണോ, 1024 ആണോ, 16384 ആണോ? ഏതാണ്? എത്ര നമ്പർ ഓഫ് കോളംസ് ആണുള്ളത്? 16384 കോളംസ് ആണ് ഉള്ളത്. കോളം നെയിംസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ABCD എന്നാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചാർട്ട് വിൽ ഇല്ലുസ്ട്രേറ്റ് കമ്പാരിസൺ എമംഗ് ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെയും കമ്പാരിസന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണ്? പൈ ചാർട്ടാണോ, കോളം ചാർട്ടാണോ, ബാർ ചാർട്ടാണോ, ലൈൻ ചാർട്ടാണോ? അപ്പം ചാർട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. ഇപ്പം ഇൻസേർട്ടിനകത്ത് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം നമുക്ക് നോക്കിയേ, ഇവിടെ ചാർട്ടുണ്ട്. കണ്ടോ? കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്. ഇതിലേതാണ്? ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ചാർട്ട് എടുക്കുകയാണെങ്കിൽ കണ്ടോ, കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണ്? ബാർ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണ്? ബാർ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നിലധികം ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കുറച്ച് വാല്യൂസ് മാത്രമേ അതിനകത്ത് നോക്കിയുള്ളൂ. ഇപ്പോൾ ഒരു ഐറ്റം ഉണ്ട്, അതിൻ്റെ എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഐറ്റവും ആ ഐറ്റത്തിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഇയറിലുമുള്ള എമൗണ്ട്, ആ എമൗണ്ട് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവുന്നത് കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? ബാർ ചാർട്ടാണ്.
ഇനി അത് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, ടൈം അത്രയും നമുക്ക് പോകും. അടുത്ത വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട് ഈസ് യൂസ്ഫുൾ ഫോർ കമ്പയറിങ് എ പാർട്ട് ഓഫ് എ ഹോൾ. ഒരു ഹോളായിട്ടുള്ളതിൻ്റെ ഒരു ചെറിയ പാർട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? പൈ ആണോ, കോളം ചാർട്ടാണോ, ബാർ ചാർട്ടാണോ, ലൈൻ ചാർട്ടാണോ? അപ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഇൻസേർട്ട് ഉണ്ടോ, ഇതിൽ പല രീതിയിലുള്ള ചാർട്ടുകളുണ്ട്. അപ്പോൾ ഇതിൽ പാർട്ട് ഓഫ് എ ഹോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്. ഇപ്പോൾ ഈ പൈ ചാർട്ട് നോക്കിയേ, ഇതൊരു ഹോൾ പാർട്ടാണ്. അപ്പോൾ അല്ല, ഹോളാണ്, മൊത്തത്തിലുള്ളതാണ് അതിൻ്റെ ഓരോ പാർട്ട്. അപ്പം ഈ ബ്ലൂ കളർ കാണുന്നു, അതുപോലെ തന്നെ റെഡ് കളർ, യെല്ലോ കളർ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഏതാണ്? ബ്ലൂ കളറാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ തന്നിട്ട് അതിൻ്റെ ഓരോ പാർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ചാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പൈ ചാർട്ടാണ്. പാർട്ട് ഓഫ് എ ഹോൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പൈ ചാർട്ടാണ് ആൻസർ. അടുത്തത് ചൂസ് ദ ലോജിക്കൽ ഫംഗ്ഷൻ ഇൻ എക്സൽ. എക്സലിനകത്തുള്ള ലോജിക്കൽ ഫംഗ്ഷൻ ഏതാണ്? മാക്സ്, കൗണ്ട്, ഇഫ്, ലെന്ത്, LEN. ഇതിൽ ഏതാണ് ലോജിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇഫ് ആണ് ലോജിക്കൽ ഫംഗ്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോജിക്കൽ ഫംഗ്ഷൻസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ. കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ന്യൂമറിക് സെൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് LEN എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ആണ്. ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫോർമുല വിച്ച് സിമ്പിൾ സ്പെസിഫൈസ് ദ ഫിക്സഡ് കോളം ഓർ റോസ്. ഏത് സിമ്പിളാണ്? ഏതെങ്കിലും ഒരു കോളമോ റോയോ ഫിക്സഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? ഡോളർ സൈൻ ആണോ, ആസ്ട്രിക് സൈൻ ആണോ, പെർസെൻറ്റേജ് ആണോ, ആംപസാൻഡ് ആണോ? ഏത് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്? ഡോളർ സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്താ? സെൽ റെഫറൻസിങ്. 3 ടൈപ്പ് ഉണ്ട്: റിലേറ്റീവ്, അബ്സല്യൂട്ട് ആൻഡ് മിക്സഡ് സെൽ റെഫറൻസിങ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ നമ്മൾ സെൽ റെഫറൻസ് യൂസ് ചെയ്ത് ഒരു ഇക്വേഷൻ സം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? കോപ്പി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓരോ അടുത്ത സെല്ലിലേക്ക് പോകുമ്പോഴും എന്ത് ചെയ്യും? സെല്ലിൻ്റെ അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറാതെ ഫിക്സഡ് ആക്കി വെക്കണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഡോളർ സൈൻ യൂസ് ചെയ്യണം. അങ്ങനെ ഡോളർ സൈൻ യൂസ് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ്. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതറിയാത്തവരെ ക്ലാസ് കണ്ടു നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. In MS Excel 2007, macros option is located in dash tab. ഏത് ടാബിലാണ് മാക്രോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണപ്പെടുന്നത്? നമുക്ക് നോക്കാം ഏതാണ്. ഇൻസേർട്ടിലാണോ, അതോ പേജ് ലേഔട്ടിലാണോ, ഫോർമുലാസിലാണോ, ഡേറ്റയിലാണോ, റിവ്യൂവിലാണോ, വ്യൂവിലാണോ, ഏതിലാണ്? കണ്ടോ, വ്യൂ ടാബിനകത്താണ് ഏത് വരുന്നത്? മാക്രോസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. അപ്പോൾ മാക്രോസ് എവിടെയാണ് കാണപ്പെടുന്നത്? വ്യൂ ടാബിനകത്താണ് മാക്രോസ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ്. എന്തിനാണ് ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? കോളമാണോ, റോ ആണോ, സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണോ? കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ലെറ്റേഴ്സ്, അതായത് ABCD എന്ന് പറയുന്ന ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. റോയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്പേഴ്സ് 1 2 3 ആണ് യൂസ് ചെയ്യുന്നത്. സെല്ലെന്ന് പറയുന്നത് കോളം ലെറ്ററും റോ നമ്പറും കൂടി ചേർന്നെയാണ് സെല്ലിൻ്റെ അഡ്രസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടൈറ്റിൽ ബാർ ഇൻ MS Excel ഡിസ്പ്ലേ നെയിം ഓഫ് ദി, അതായത് MS Excelലെ ടൈറ്റിൽ ബാറിൽ എന്തിൻ്റെ നെയിമാണ് കാണുന്നത്? വർക്ക്ഷീറ്റിൻ്റെ ആണോ, വർക്ക് ബുക്കിൻ്റെ ആണോ, ഫോർമുലയാണോ, ലൊക്കേഷനാണോ? എന്താണ് കാണുന്നത്? നമ്മുടെ വർക്ക് ബുക്കിൻ്റെ നെയിമാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഒരു വർക്ക്ഷീറ്റിൻ്റെ നെയിം അല്ലല്ലോ നമ്മൾ സേവ് ചെയ്യുന്നത്. വർക്ക് ബുക്ക്, ആ ഒരു ഫയൽ, എക്സൽ ഫയലിനെ വർക്ക് ബുക്ക് എന്നാണ് പറയുന്നത്. വർക്ക് ബുക്കാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ബുക്കിൻ്റെ സേവ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന നെയിമാണ് ടൈറ്റിൽ ബാറിൽ കാണുന്നത്. ഇനി ഡീഫോൾട്ട് നെയിം ഓഫ് എ സ്പ്രെഡ്ഷീറ്റ് ഫയൽ. ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയലിൻ്റെ ഡീഫോൾട്ട് നെയിം എന്തായിരിക്കും? നമ്മൾ പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ ബാറിൽ ഏത് നെയിം ആയിരിക്കും കാണുന്നത്? വർക്ക് ബുക്ക് 1 എന്നാണോ, ബുക്ക് 1 എന്നാണോ, വർക്ക്ഷീറ്റ് 1 എന്നാണോ, ഷീറ്റ് 1 എന്നാണോ? നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ എക്സൽ ഫയൽ. എക്സൽ ഫയലിനകത്ത്
ഏറ്റവും മുകളിൽ ഇതാണ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, ബുക്ക് 1 മൈക്രോസോഫ്റ്റ് എക്സൽ. അപ്പോൾ ഇതിൻ്റെ ഡീഫോൾട്ട് നെയിം നമ്മൾ സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പേരിലാണോ സേവ് ചെയ്യുന്നത് ആ പേരായിരിക്കും ഇവിടെ കാണുന്നത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പേരെന്താണ്, ബുക്ക് 1. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് ഏതാണ്, ബുക്ക് 1 എന്നാണ് ഡീഫോൾട്ട് നെയിമായിട്ട് കാണപ്പെടുന്നത്. ഇനി അടുത്തത്, ഇൻ എ സ്പ്രെഡ്ഷീറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇൻ SQRT ഫങ്ഷൻസ് ആർ. SQRT ഫങ്ഷനിൽ നമ്മൾ എത്ര ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, 5 ആണോ, 2 ആണോ, 1 ആണോ, മിനി ആണോ. SQRT എന്താണ്, സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് SQRT എന്ന് പറയുന്ന ഫങ്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഈക്വൽ SQRT ഫംഗ്ഷൻ നെയിം കൊടുക്കുക. SQRT ഇതാണോ ഇവിടെ കാണിക്കുക SQRT. ഇപ്പം നോക്കിയേ, ഞാൻ ഈ ഫംഗ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്, നമ്പറിനാണ് കൊടുത്തേക്കുന്നത്. ഒരു നമ്പറാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ സ്ക്വയർ റൂട്ട്, അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള നമ്പർ കൊടുത്താലേ അതിൻ്റെ റൂട്ട് നമുക്ക് കിട്ടും. 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ നമ്മൾ ഏത് കൊടുക്കണം, 25 കൊടുത്താൽ നമുക്ക് 5 കിട്ടും. ഇനി 3യുടെ സ്ക്വയർ 9, 3 × 3 9 അല്ലേ, അപ്പോൾ 9 കൊടുത്താൽ നമുക്ക് 3 കിട്ടും. ഇപ്പോൾ 36, ഞാനിപ്പോൾ 36 എന്ന് പറയുന്നൊരു നമ്പർ കൊടുത്തു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫങ്ഷൻസ് ഒക്കെ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, 6ൻ്റെ സ്ക്വയർ ആണല്ലോ 36. അപ്പം ഇവിടെ എത്ര ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു, ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് ആൻസർ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഷോർട്ട് കട്ട് കീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മളിതിൽ പറയാത്ത ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഏത് ടോപ്പിക്കാണ് വേണ്ടത്, ഞാൻ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട്സ് ഉടനെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ PDF നോട്ട്സൊക്കെ വേണ്ടവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക്